ഈ അനുഭവം ഒരു പ്രചോദനം കൂടിയാണ് കേട്ടോ. എല്ലാ അമ്മമാർക്കും വയസ്സായി ഒന്നും കഴിയുന്നില്ല, പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കുന്നവർക്കുള്ള ഒരു പ്രചോദനവും ഒരു സന്തോഷവുമാണ് ഈ അനുഭവം. ഞാൻ വേഗം വായിക്കാം. നമസ്കാരം, ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇതെൻ്റെ അനുഭവമാണ്. ഞാൻ ഷീല നന്ദകുമാർ. എനിക്ക് നേരത്തെയുള്ള ആഗ്രഹമായിരുന്നു LLB ചെയ്യണമെന്ന്. ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്തത്. മക്കൾ വലുതായി, രണ്ടുപേരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. എൻ്റെ മക്കളുടെ വളർച്ചയ്ക്ക് കാരണം ഭഗവാനാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 4:30 നാമം ചൊല്ലിക്കഴിഞ്ഞ് ബുക്ക് എടുത്തു. കിച്ചണിലേക്ക് കയറും മുൻപ് കുറച്ചു നേരം വായിക്കാമെന്ന് വിചാരിച്ചുട്ടോ. ജനുവരി 3 സെമസ്റ്റർ എക്സാമാണ്. കണ്ണട എടുത്തു വെച്ച് നോക്കിയപ്പോൾ എനിക്ക് വലത് കണ്ണ് കാണുന്നില്ല. നല്ല മൂടല്, ഇരുട്ടത്ത് നിൽക്കുന്നത് പോലെ. പേടിച്ചു പോയി. ഇനി എന്തു ചെയ്യും? പകൽ മുഴുവൻ അങ്ങനെയായിരുന്നു. ഇടത് കണ്ണ് പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്ന് വെച്ചു. വെള്ളിയാഴ്ച ആയതിനാൽ ഇവിടെ അടുത്തുള്ള കുമാരച്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ പോയി. പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ചു. ഭഗവതി ക്ഷേത്രത്തിലെത്തിയപ്പോൾ കളമ്പാട്ടുണ്ടായിരുന്നു. നന്നായി തൊഴുതു. എൻ്റെ കാഴ്ച തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. കാഴ്ച തിരിച്ചു വന്നാൽ ത്രിമധുരം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് കാഴ്ച തെളിഞ്ഞതുപോലെ തോന്നി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും കൂടുതൽ ക്ലിയറായി. ഈ സംഭവം ചിലപ്പോൾ യാദൃശ്ചികമാവാം. എന്നാലും ഞങ്ങളുടെ തട്ടകത്തമ്മയായ കുമാരച്ചിറ ഭഗവതിയും ശ്രീരാമപുരത്തപ്പനുമാണ് എനിക്ക് കാഴ്ച തന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എല്ലാ ദൈവങ്ങളും, എത്ര ദൈവങ്ങളിലെ എത്ര വിശ്വാസങ്ങളിലെ എല്ലാം ഒന്ന് തന്നെയാണല്ലേ. ഗുരുവായൂരായാലും കുമാരച്ചിറയായാലും എവിടെയായാലും എന്താ മനോഹരമായിട്ടുള്ള അനുഭവമാണ്. അനുഭവം മാത്രമല്ല, എനിക്ക് ആ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ടല്ലോ. അതായത് 50 വയസ്സ് കഴിഞ്ഞ് LLB എടുക്കുന്നു. അപ്പം എന്താ നിങ്ങൾ പറയുക? നിങ്ങളൊക്കെ എല്ലാവരും അങ്ങനെ തന്നെയാണോ? പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരല്ലേ ആയിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരിലേക്ക് എത്തിക്കട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ. ഹരേ കൃഷ്ണ.